ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ്. അപ്പോൾ മക്കളെ, മെയ് എക്സാമിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ജൂൺ എക്സാമിനോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. വരാൻ പോകുന്ന CA ഇന്റർ മെയ് എക്സാം. ഇനി നമ്മളെ മുമ്പിൽ ഇരിക്കുന്നത് വെറും 32 അല്ലെങ്കിൽ 30 ദിവസത്തോളം മാത്രമാണ്. 32 ദിവസത്തിന് മെയ് 3-ാം തീയതി നമ്മുടെ എക്സാംസുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മുൻപിലുള്ള ദിവസം എന്ന് പറയുന്നത് ഇനി വളരെ ഷോർട്ടാണ്. 32 ദിവസങ്ങൾ. ഫസ്റ്റ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ 32, സെക്കൻഡ് ഗ്രൂപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 40 ഡേയ്സിന്റെ അടുത്ത് നമുക്ക് സമയമുള്ളൂ എന്ന് പറയാം. ഈ സമയത്ത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും പ്രത്യേകതകൾ ഞാൻ പറയാം. നിങ്ങൾ മാത്രമല്ല, ഒരുപാട് പേര് അനുഭവിക്കുന്ന സ്ട്രഗിളിംഗ് പീരീഡിനെ കുറിച്ച് ഞാൻ പറയാൻ പോണേ. എസ്പെഷ്യലി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയോ? ഒന്നും പഠിക്കാത്തവരുണ്ടാവാം, ഇതുവരെ പ്രോപ്പറായി തുടങ്ങാത്തവരുണ്ടാവാം, എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് ഇനിയും പരീക്ഷയ്ക്ക് പഠിച്ചെത്തുമെന്ന് അറിയാത്തവരുണ്ടാവാം. അതല്ലെങ്കിൽ ഞാൻ കുറെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുകൊണ്ടൊക്കെ പാസ്സാവൂ എന്നുള്ള ടെൻഷൻ എല്ലാ ദിവസവും എന്നെ ഫേസ് ചെയ്യുന്നവരുണ്ടാവാം. കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുന്നവരുണ്ടാവാം, പഠിച്ചത് ഓർമ്മ കിട്ടാത്തവരുണ്ടാവാം, പഠിക്കാൻ താല്പര്യം വരാത്തവരുണ്ടാവാം, ഇടക്കിടക്ക് ലേസിനെസ് വരികയും മൊബൈൽ ഫോൺ എടുത്ത് ഉപയോഗിക്കുകയും അങ്ങനെ പഠനം പ്രോപ്പറായിട്ട് നടക്കാത്തവരായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളെ മുമ്പിൽ എന്തായാലും മെയ് എക്സാം നടക്കും ചെയ്യും. 33 ദിവസമുള്ളൂ. ഈ ദിവസം കൂടാനോ മണിക്കൂറുകൾ കൂടാനോ ഒരിക്കലും പോണില്ല. ഈ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇതിൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് ഡെഫിനറ്റ്ലി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നിങ്ങളെ പഠിക്കാൻ സഹായിക്കും. നമ്മൾ പാസ്സാവണം, നമ്മൾ വിജയിക്കണം, നമ്മൾ കഷ്ടപ്പെട്ട് സക്സസ് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ നമ്മളെ മാത്രം ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇതിൽ റിപ്പീറ്റേഴ്സ് കാണുന്നുണ്ടാവാം, ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരുണ്ടാവാം. പക്ഷേ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാരെടുത്തുനിന്നും വീട്ടുകാരെടുത്തുനിന്നും കുടുംബക്കാരെടുത്തുനിന്നും ഒക്കെ ഉള്ള പുച്ഛത്തോടു കൂടിയുള്ള സംസാരം, അല്ലെങ്കിൽ സഹതാപത്തോടു കൂടിയുള്ള സംസാരം, കളിയാക്കലുകൾ, ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് വീണ്ടും ഒരു 6 മാസം ഇരുന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഇനി സെപ്റ്റംബറിൽ എക്സാം നടക്കുകയാണെങ്കിൽ വീണ്ടും ഇതേ സബ്ജക്റ്റ് പഠിച്ചു തന്നെ വീണ്ടും 3 മാസം ഇരുന്ന് പഠിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ CA ഇന്റർ എക്സാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു 3 മാസം മുൻപ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി പോലും കഴിഞ്ഞ 2 മാസങ്ങളിൽ അവന്റെ പഠനത്തെ അവൻ മോൾഡ് ചെയ്ത് കുഴപ്പമില്ലാത്ത ലെവലിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ട്രാക്കിൽ എത്തിക്കുന്ന സമയമാണ്. എന്നാൽ ഈ സമയത്ത് സ്റ്റാർട്ട് ഫ്രം ദ സീറോ, വെറും 0 എന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾ പാസ്സാവുമെന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ 30 ദിവസം, ഈ 33 ദിവസം ഡെഫിനറ്റ്ലി നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും സമയം കുറവാണ്, ദിവസങ്ങൾ കുറവാണ്, പഠിക്കാൻ ഒരുപാട് കണ്ടന്റ് ഉണ്ട്, സീരിയസ് ആയേ പറ്റുള്ളൂ. എല്ലാം നമ്മളെ മൈൻഡേ നമ്മളോട് പറയുന്ന സമയം. മറ്റേത് നമ്മൾ മൈൻഡിനോട് പറയണം, എടാ പഠിക്കണട്ടോടാ, പഠിക്കുന്നു നമ്മൾ മൈൻഡിനോട് പറഞ്ഞിട്ട് നമ്മൾ മൈൻഡിനോട് പറഞ്ഞ് ഇരുത്തേണ്ട അവസ്ഥയാണ്. എന്നാൽ ഈ സമയത്ത് നമ്മളെ മൈൻഡിൽ ഒരു വാണിംഗ് കടന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ടാവും. എക്സാമിന്റെ ദിവസങ്ങൾ അടുത്തു, ഇനി 30 ദിവസം മാത്രമാണുള്ളത്, എന്തേലും പഠിച്ചാലേ പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പുറത്ത് നെഗറ്റീവ് മൈൻഡ് വന്നിട്ടുണ്ടാവും, കിട്ടൂല എന്ന്. നെഗറ്റീവ്സിനോട് നോ പറഞ്ഞ് കിട്ടൂല എന്നുള്ളത് മാറ്റിവെച്ച് 100% ഈ 33 ദിവസം ആത്മാർത്ഥമായിട്ട് ഞാൻ കഷ്ടപ്പെടും. റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വിജയിക്കാൻ എന്ത് വേണോ, ഒരാൾ പാസ്സാവാൻ എങ്ങനെ കഷ്ടപ്പെടണോ, ഒരാൾ സക്സസ് ആവണമെങ്കിൽ എത്രമാത്രം എഫേർട്ട് ഇടണോ, അതിനുള്ള എഫേർട്ട് ഞാൻ ഇടുന്ന ഒരു 100% ഉറപ്പോട് കൂടി നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി. അതിന് വേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും ഇനി പഠിത്തം പ്രോപ്പറായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഡെഫിനറ്റ്ലി എന്ത് തീരുമാനിച്ചു മക്കളെ? നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ തീരുമാനിക്കുകയാണ്. എന്ത് സിറ്റുവേഷനിലായിക്കോട്ടെ, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര പ്രയാസകരമായിക്കോട്ടെ, എങ്ങനെ ബുദ്ധിമുട്ടായിക്കോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടോട്ടെ, ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ മുതൽ ഈ വീഡിയോക്ക് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്സാകാൻ പോവാണ്. നമുക്ക് എന്തായാലും ഈ അറ്റംപ്റ്റിൽ പാസ്സായേ പറ്റുള്ളൂ. ഈ 33 ദിവസങ്ങളിൽ 32 ദിവസം കൊണ്ട് ഞാൻ പഠിച്ച് പാസ്സാവും എന്നുള്ളത് ഉറപ്പിച്ചോളി മനസ്സിൽ. ഓക്കെ, അത് ഉറപ്പിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മളെ പഠനം എല്ലാ ദിവസവും പ്രോപ്പറായി നടക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? അതിൽ ഒന്നാമത്തെ കാര്യം, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള തിയറി ബുക്ക് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ലോയോ, ഇൻകം ടാക്സോ, അല്ലെങ്കിൽ ഓഡിറ്റിങ്ങോ, അല്ലെങ്കിൽ SMO, ഇതുപോലെ തിയറി സബ്ജക്റ്റുകൾ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന്റെ തൊട്ടടുത്ത് കട്ടിലിൽ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ഉടൻ തന്നെ നമ്മൾ പല്ലേക്കാതെ ബ്രെഡ് കോഫി കുടിക്കൂലേ, അതേപോലെയൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യുക? ഈ ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇരുന്ന് വായിക്കാം. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പേജ് മറിച്ച് വെച്ചിരിക്കണം. ഇതൊരു ട്രെയിനിങ് ആണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഒരുപാട് പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കും. രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യേണ്ടത് ഈ മറിച്ച് വെച്ച പേജ് എടുത്തിട്ട് റിവിഷൻ ചെയ്യലാണ്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ടോപ്പിക്കും നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കും ആണെങ്കിൽ അടിപൊളിയായിരിക്കും.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് എസ് ഒക്കെ പറയാണ് SA 200 ഓഡിറ്റിംഗ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ കണ്ടക്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് അക്കൗണ്ട്സ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ്. ഇതിങ്ങനെ പറയാൻ എത്തിക്കൽ റിക്വയർമെന്റ്സ്, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം, പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്, ഇതിങ്ങനെ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് രാവിലെ തന്നെ എണീറ്റ് കിട്ടണ്ടല്ലോ. മൈൻഡിന് ആദ്യം കൊടുക്കുന്ന വാണിംഗ് എന്താ? എടോ നന്നായിട്ട് പഠിക്കണം, നല്ല ഉഷാറായി പഠിക്കണം, നല്ല പഠിക്കാൻ പറ്റുന്നുണ്ട്, നല്ല പഠിക്കാൻ കേൾക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര പോസിറ്റീവ് ഫീൽ ചെയ്യും. നമ്മളെങ്ങനെ രാവിലെ എണീക്കുന്നത്? രാവിലെ 6 മണിക്ക് എണീക്കാൻ പ്ലാൻ ചെയ്യും, 5 മണിക്ക് എണീക്കാൻ പ്ലാൻ ചെയ്യും, 5:30 അല്ലെങ്കിൽ ആയി. പ്ലാൻ ചെയ്ത ടൈമിൽ നിന്ന് 5:30യോ 6 മണിയോ തെറ്റിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ പോയി. നമ്മൾ രാവിലെ തന്നെ പറയുന്ന സെന്റൻസ് നെഗറ്റീവാ. ഇന്നത്തെ പഠിത്തം കൊളായി, ഇന്നത്തെ പ്ലാൻ കൊളായി, ഇന്നൊരു മൂഡില്ല, ഇന്ന് ആകെ ടയേർഡാണ്, ഇന്ന് ക്ഷീണാണ്. ഇങ്ങനെ നമ്മൾ നെഗറ്റീവ്സ് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ പോകും. സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു സ്മൈലൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ ബുക്ക് എടുത്തിട്ട് വായിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോ ഞാൻ പഠിച്ചു, ഒരു പേജ് ഒന്ന് മറിച്ചു, പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് സ്വയം പറയുക. നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബ്രഷും പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നോമ്പെടുക്കുന്നവർ ആ നോമ്പിന്റെ ലെവലിൽ ഇരുന്ന് പഠിക്കുക, ഉറങ്ങാൻ പിന്നെ പോകരുത്. എന്നിട്ട് നല്ല കട്ടയ്ക്ക് ഇരുന്ന് പഠിക്കുക. ഇതിനു മുമ്പേ തലേ ദിവസം പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയവരാണെങ്കിൽ ഇന്നത്തെ പ്ലാൻ തലേ ദിവസം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം പ്ലാൻ ഉണ്ടാക്കുക. ഇന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പോണേ, ഏതൊക്കെ ടൈമാണ്. ആ കൃത്യമായ ഷെഡ്യൂൾ ഓരോ ദിവസത്തേക്കും ആണ്. നമ്മളൊക്കെ എന്താ 30 ദിവസത്തെ പ്ലാന്, 15 ദിവസത്തെ പ്ലാന്. ഏപ്രിൽ 10-ാം തീയതി ആകുമ്പോഴേക്കും ഇന്ന പോർഷൻസ് തീർക്കാം. ഇന്ന പോർഷൻ 10-ാം തീയതി ആവുമ്പോൾ തീരണം എന്നുണ്ടെങ്കിൽ ഇന്ന് എന്ത് തീർക്കണം എന്ന് ടാർഗറ്റ് നമ്മുടെ കയ്യിൽ ചെറിയ സ്ലിപ്പിൽ വേണം. എന്നിട്ട് ആ സ്ലിപ്പോടെ നടക്കണ്ടേ, ഇത് തീർക്കാണ്ടിട്ടോ ഇത് തീർക്കാണ്ടിട്ടോ എന്ന് മൈൻഡിന് ഇങ്ങനെ അലേർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി പ്ലാൻ ചെയ്ത് പഠിക്കുക. അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഉടനെ തന്നെ ബെഡിൽ നിന്ന് നീക്കാതെ തന്നെ എന്ത് ചെയ്യുക? എടുത്ത് വായിക്കുക. രണ്ടാമത്തത് എന്ത് ചെയ്യുക? ഡെയിലി പ്ലാൻ ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തത് റിവിഷൻ. മക്കളെ പാസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു സീക്രട്ടേ ഉള്ളൂ. എന്റെ ലൈഫിൽ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, ഇന്റർ ആയിക്കോട്ടെ, ഇതുവരെ പഠിച്ച എല്ലാ പരീക്ഷകളിലും ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സീക്രട്ട്, ഒരേ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പഠിച്ചതാണ് ഞാൻ ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യാൻ ടൈം കൊടുത്തിട്ടുള്ളത്. എന്റെ സമയത്തിൽ എനിക്ക് പഠിക്കാനുള്ള ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ ടൈം ഞാൻ കൊടുത്തിട്ടുണ്ടാവുക റിവിഷന് വേണ്ടിയിട്ട്. കാരണം പുതിയ പഠിക്കാനല്ല, പുതിയത് പഠിക്കാൻ ഞാനൊരു ടൈം കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ ഏറ്റവും എഫക്റ്റീവ് ടൈം നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ ഏറ്റവും എനർജി ഉള്ള ടൈമും എൻ്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൈമും ഞാൻ നല്ല സുഖത്തിൽ നല്ല അടിപൊളിയായിട്ട് എനിക്ക് പഠിക്കാൻ മൂടുള്ള ടൈമിലും ഞാൻ പുതിയ ടോപ്പിക്ക് പഠിക്കും. എൻ്റെ ജീവിതത്തിൽ ആ സമയം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണി മുതൽ ഒരു 12 മണി വരെ. പിന്നെ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മണി മുതൽ 6 മണി വരെ. പിന്നെ രാത്രിക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരു 8 മണി മുതൽ ഒരു 10:30 വരെ. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല എഫക്റ്റീവ് മൂഡ് ടൈം. അങ്ങനെ നിങ്ങൾക്ക് നല്ല അടിപൊളി ടൈമുകൾ ഉണ്ടാവും. ആ ടൈമിൽ നിങ്ങളെ പുതിയ ചാപ്റ്റേഴ്സും നിങ്ങൾ തൊടാത്തതുമായിട്ടുള്ള റിവിഷൻ ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യാം. എന്നാൽ ബാക്കിയുള്ള സമയത്തോ, ബാക്കിയുള്ള ഉറക്കം വരുന്ന സമയം, ക്ഷീണം വരുന്ന സമയം, കിടക്കണമെന്ന് തോന്നുന്ന സമയം, നിസ്കാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്ന ഇടപഴകുന്ന സമയങ്ങൾ, 8 മണിക്ക് മുന്നേ വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം സമയങ്ങളൊക്കെ റിവിഷൻ പ്ലാൻ ചെയ്യാം. ഈ റിവിഷൻ എങ്ങനെ ചെയ്യേണ്ടത്? മക്കളെ, റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്കൊക്കെ എടുത്ത് ബുക്കിന് മുമ്പിൽ നിന്ന് റിവിഷൻ ചെയ്യൽ മാത്രമല്ല, എവരി ടൈം, എല്ലാ സമയത്തും നിങ്ങൾ പഠിക്കണം. എപ്പോൾ നോക്കിയാലും പഠിക്കുക. നടക്കുമ്പോൾ പഠിക്കുക, ഇരിക്കുമ്പോൾ പഠിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ പഠിക്കുക. ഈവൻ നിങ്ങളേക്ക് പെട്ടെന്ന് കടയിലേക്ക് സാധനം വാങ്ങാൻ പറഞ്ഞയച്ചു, കടയ്ക്ക് പോയി വരുന്നതിനുള്ളിൽ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക് റിവൈസ് ചെയ്ത് കഴിക്കുക, ഒരു സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യേ. ക്ലാസ്സിന് പോകേണ്ടി നിങ്ങൾ ഡെയിലി രാവിലെ ക്ലാസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പ്ലാൻ ചെയ്യണം. ഞാൻ പോകുമ്പോൾ പ്ലാൻ ചെയ്യായിരുന്നു. 9 മണിക്ക് ക്ലാസ്സാ, 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്കൂട്ടിമ്പോൾ കയറുമ്പോൾ പ്ലാൻ ചെയ്യും, ഏതൊക്കെ ഡെഫിനിഷൻസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ എത്ര വരെ ആ ഡെഫിനിഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര തവണ റിവിഷൻ ചെയ്യാൻ സമയം കിട്ടി? ഇങ്ങനെ നമ്മളെ ഫിക്സ്ഡ് ടൈമിൽ പുതിയ ടോപ്പിക്കും മറ്റെല്ലാ സമയങ്ങളിലും നമ്മൾ ഇതേപോലെ റിവിഷനും വേണ്ടി കളയണം. 80% CA സ്റ്റുഡൻസ് ഫെയിലിയർ ആവണതിന്റെ റീസൺ എന്താണെന്നറിയോ? പഠിച്ചത് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എക്സാം ഹാളിൽ പോയൊക്കെ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് സ്വീകാരം, നിങ്ങൾ നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ കുഴപ്പമില്ലാതെ പഠിച്ച ഒരാളാണ്. നിങ്ങൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ CA പരീക്ഷ എന്തുകൊണ്ടാണ് പൊട്ടുന്നത് അറിയോ? സാധാ പരീക്ഷ എഴുതിക്കണമെങ്കിൽ നിങ്ങൾ അത്ര എഫേർട്ട് നിങ്ങൾ പാസ്സാവും. പക്ഷെ ആ എഫേർട്ട് കൊണ്ട് CA പരീക്ഷ ജയിക്കാത്ത എന്താ? നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. പക്ഷെ എന്താ പ്രശ്നം? നിങ്ങൾക്ക് പ്രോപ്പർ റിവിഷൻ നടക്കാത്തതുകൊണ്ട് എഴുതാൻ കിട്ടൂല. ഞാൻ ഇരുന്നിട്ടുണ്ട് EIS എന്ന് പറയുന്ന സബ്ജക്റ്റില് എക്സാം ഹാളിൽ ഇരുന്നിട്ട് 90% മാർക്കിന് അറിയാവുന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരക്ഷരം എഴുതാൻ പറ്റാതെ വണ്ടർ അടിച്ചിരുന്നിട്ടുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ആൾ ആരോട് തല പറഞ്ഞാൽ നിൽക്കണമെങ്കിൽ ഞാൻ ആ പരീക്ഷ പാസ്സായനെ. കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ട്. കാരണം അറിയാവുന്ന ഏരിയ. എന്താ ചെയ്തെന്നറിയോ? റിവിഷൻ ചെയ്യാൻ മടി ചെയ്യുന്നു. കാരണം എടുത്തത് തന്നെ ഇങ്ങനെ കുറെ വട്ടം ഇങ്ങനെ പറയില്ലേ, പഠിക്കാൻ തന്നെ EIS നല്ല പ്രശ്നമാണ്. കമ്പ്യൂട്ടർ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ റിവിഷൻ ചെയ്യാൻ കൂടി പണിയാ, പക്ഷെ എഴുതാൻ കിട്ടൂല. അറിയാവുന്ന ടോപ്പിക്സ് ഒക്കെ നമ്മൾ കണ്ട ഹെഡിങ്ങുകൾ, കണ്ട ചോദ്യങ്ങൾ, പക്ഷെ എഴുതാൻ കിട്ടൂല.
അല്ലെങ്കിൽ എഴുതുന്നത് തന്നെ 100% കറക്റ്റായിട്ട് എഴുതാൻ പറ്റൂല, ഫുൾ പോയിന്റ്സ് കിട്ടൂല. അതിനെന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ EIS പരീക്ഷയിൽ ഞാൻ പഠിച്ചു. എവറി ടൈം ഞാൻ എന്ത് ചെയ്യുന്നു, 4 ചാപ്റ്റർ ഞാൻ കൃത്യമായി പഠിച്ചിട്ടുള്ള. അതിൽ 5-6 ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ 4 ചാപ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ റിവിഷൻ ചെയ്യായിരുന്നു. എന്നിട്ട് 5ാമത്തെ ചാപ്റ്റർ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, 4 ചാപ്റ്ററിന് ചോദിച്ചാൽ ഞാൻ എഴുതുമോ? അതേപോലെ തന്നെയായിരുന്നു നിങ്ങൾ അക്കൗണ്ട്സ് പേപ്പറിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ റിവിഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്, എഫേർട്ട് വേണ്ടത്. അക്കൗണ്ട്സിൽ, അഡ്വാൻസ് അക്കൗണ്ട്സിൽ എനിക്ക് 74 മാർക്ക് ഉണ്ട്. എങ്ങനെ കിട്ടിയെന്ന് അറിയോ? അക്കൗണ്ട്സിലെ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, ബൈബാക്ക്, പ്രീ ആൻഡ് പോസ്റ്റ്, ഇങ്ങനെ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊന്ന് ഏത് ചോദിച്ചാലും എനിക്ക് എഴുതാൻ പറ്റും. അമാൽഗമേഷനും ബ്രാഞ്ചും ഇതൊഴികെ ബാക്കി എല്ലാ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ വന്നാൽ 90% മാർക്ക് ഞാൻ വാങ്ങിയിരിക്കും. ആ ഉറപ്പിലായിരുന്നു ഞാൻ എന്ത് ചെയ്തിട്ടുള്ള ആ ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്തിട്ടുള്ളത്. അമാൽഗമേഷനും ബ്രാഞ്ചും ടെൻഷനാന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ കുറെ സമയം കണ്ടിട്ട് കാര്യമില്ല. ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ മാത്രമേ അതിൽ പ്രാക്ടീസ് ചെയ്തോളൂ. പക്ഷേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും, പ്രീവിയസ് ഇയർ എടുത്ത് നോക്കും, ഇടയ്ക്ക് സമയം കിട്ടിയാലൊക്കെ ആ ചാപ്റ്ററുകൾ പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കും. വെറുതെ ചെയ്ത് കുറെ പഠിച്ച് തറവായ ചാപ്റ്ററാണ്, പക്ഷേ അത്രയും തവണ റിവിഷൻ ചെയ്തുകൊണ്ട് എനിക്ക് 70 above മാർക്ക് കിട്ടി. അതേ സാധനം തന്നെ തിയറി സബ്ജക്റ്റിൽ ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്ന സബ്ജക്റ്റ് എനിക്ക് തിയറി. എന്നിട്ട് ആ EIS ഞാൻ 71 മാർക്ക് വാങ്ങി. എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പേ 6 തവണ ഞാൻ ആ ബുക്ക് റിവിഷൻ ചെയ്തു. എങ്ങനെ എനിക്ക് ആ ബുക്ക് 6 തവണ റിവിഷൻ ചെയ്യാൻ പറ്റി? ഒരേ ബുക്ക് തന്നെ റിവിഷൻ ചെയ്ത് എപ്പോഴും ആ ബുക്കിലെ പേജുകൾ നോക്കി, പേജ് കാണുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ പോയിന്റ് ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മറിക്കാൻ പറ്റും. എക്സാം ഹാളിൽ രാവിലെ 7 മണിക്ക് എത്തിയിട്ട് ഉച്ചക്ക് 1 മണിക്ക് എക്സാം തുടങ്ങുന്ന 1:30 എക്സാം തുടങ്ങുന്നതിന് മുന്നേ 6 തവണ ഞാൻ ആ ബുക്ക് റിവിഷൻ നടത്തി. എക്സാം ഹാളിൽ കയറി നേരെ ക്വസ്റ്റ്യൻ വായിച്ചു, അതിന്റെ എല്ലാത്തിനും തലപ്പ് എഴുതി വെച്ചു. സ്റ്റാർട്ടിങ് ഇതാണെന്നല്ല, ഇൻറ്റും കീവേഡ് എഴുതി വെച്ചു. 71 മാർക്കാണ് തിയറിയിൽ എനിക്ക് ആ പേപ്പറിൽ കിട്ടിയത്. തിയറി കാരണം CA നിർത്തി പോകാൻ നിന്നാളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഷ്ടപ്പെടാൻ തയ്യാറാവുക, നല്ലോണം റിവിഷൻ ചെയ്യുക, കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്യാം. നമ്മൾ 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? രാവിലെ എണീറ്റാൽ ബുക്ക് വായിക്കുക, ഡെയിലി പ്ലാനുകൾ ഉണ്ടാക്കുക, പഠിച്ചത് ഏറ്റവും കൂടുതൽ ടൈം റിവൈസ് ചെയ്യുക, പുതിയ ടോപ്പിക്കിന് നല്ല ബെസ്റ്റ് ടൈം, നിങ്ങൾ ഏറ്റവും നല്ല 3 ടൈമുകൾ എന്ത് ചെയ്യുക, പുതിയ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. പിന്നെ ഇത് നിങ്ങളുടെ ഗോൾഡൻ ചാൻസ് ആണ് മക്കളെ. നിങ്ങളെ മൊബൈൽ ഫോൺ, ഞാനൊക്കെ മൊബൈൽ ഫോണോട് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നം നേരിട്ടുണ്ട്. എന്റെ സിം സിസ്റ്റർ കയ്യിൽ കൊടുക്കും, ബാറ്ററി വേറെ കാലത്ത് കൊടുക്കും. നിങ്ങളുടെ ഐഫോൺ ആണെങ്കിൽ അതൊന്നും നടക്കൂല. എടുത്ത് വെച്ചേര്, എറിഞ്ഞേര്, ഫോൺ എടുത്ത് എറിയാനുള്ള മൈൻഡ് നമുക്ക് വേണം. ഒരു കാരണവശാലും ഏരിയക്ക് ഞാൻ പോവില്ല എന്ന് പറ്റണം. ഇതായിരിക്കണം നിങ്ങൾ അവസാനമായിട്ട് കാണുന്ന യൂട്യൂബ് വീഡിയോ. ഈ വീഡിയോ കാണുന്ന അവസാനിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പറ്റാവുന്ന CA ഇന്റർ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആരെങ്കിലും ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പഠിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ പാസ്സാവട്ടെ, കഷ്ടപ്പെട്ട് പാസ്സാവട്ടെ. എടോ, ഈ CA ഇന്റർ അത്ര വലിയ ടഫുള്ള സംഭവമല്ല, പാസ്സായോണ്ട് പറയല്ല. CAന്റെ ഒരു എക്സാമിന് ഞാൻ വലിയ ടഫസ്റ്റ് ആയിട്ട് കാണൂല. ഇത് നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരേ ഒരു പ്രശ്നം നമ്മുടെ മടിയാണ്, നമ്മുടെ കഷ്ടപ്പെടാനുള്ള കഴിവാണ്, നമ്മുടെ ഉറക്കാണ്, നമ്മളെ മൊബൈൽ ഫോണാണ്, നമ്മളെ അഡിക്ഷൻസ് ആണ്, നമ്മളെ ചിന്തകളാണ്, നമ്മളെ താല്പര്യക്കുറവാണ്. പാസ് ആവണമെങ്കിൽ ഒരു ആവേശം വന്നേ പറ്റുള്ളൂ. ഈ അറ്റംപ്റ്റിന് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. ഇതല്ലാതെ എനിക്കൊരു അറ്റംപ്റ്റ് ചിന്തിക്കാൻ കഴിയൂല. ഈ അറ്റംപ്റ്റ് നിർബന്ധമായിട്ട് ഞാൻ പാസ്സായില്ലെങ്കിൽ CAന്റെ കരിയറെ നഷ്ടപ്പെടും എന്ന ലെവലിലോട്ട് ചിന്തിച്ചിട്ട് അടുത്ത അറ്റംപ്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ അറ്റംപ്റ്റിന് പഠിക്കാൻ പറ്റും, നിങ്ങൾ പാസ്സാവും. കോൺഫിഡൻസ് താനെ വരും. നിങ്ങൾ ട്രാക്കിൽ കയറി നോക്കി, താനെ വരും. ഈ 30 ദിവസത്തിന്റെ പ്രത്യേകത അതാണ്. നിങ്ങൾ ഈ വരാൻ പോകുന്ന 10 ദിവസം പഠിച്ചതിന്റെ 4 മടങ്ങ് റിസൾട്ട് ഉണ്ടാവും അടുത്ത 10 ദിവസം പഠിക്കുമ്പോൾ. കാരണം അത്രയും ഇമ്പോർട്ടൻറ്റ് മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിൽക്കും, പഠിക്കുന്നതൊക്കെ അതേപോലെ തലയിൽ കയറും. എവരി ടൈം റിവിഷൻ ചെയ്യാം. എപ്പോൾ നോക്കിയാലും റിവിഷനിങ് ആയിട്ട് പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഇതിനൊരു ആവേശം മതി. അപ്പൊ യെസ്, നിങ്ങൾ എല്ലാവരും ജസ്റ്റ് നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞേ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നെഞ്ചത്ത് ആരും കാണാൻ പോണില്ല. എടോ, ഞാൻ ഇത്തവണ കഷ്ടപ്പെട്ട് പഠിക്കാൻ പോവാണ്. ഈ അറ്റംപ്റ്റിൽ ഈ 30 ദിവസം എന്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇട്ടിരിക്കും. ഈ 33 ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും, എന്തൊക്കെ കഷ്ടപ്പെടാൻ പറ്റും, എത്ര ത്യാഗം ചെയ്താലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും, ഭക്ഷണം കഴിക്കുന്നതോ, ഫുഡ് കഴിക്കുന്നതോ, ഉറങ്ങുന്നതോ, കിടക്കുന്നതോ ഒന്നും ഞാൻ നോക്കാതെ ഫുൾ ടൈം പഠിത്തത്തിലായിട്ട് മുഴുവൻ സമയം എന്റെ ഡെഡിക്കേഷൻ കൊടുത്ത് സാക്രിഫൈസിങ് മോഡിലൂടെ എത്രയൊക്കെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും എല്ലാ മൈൻഡ് സെറ്റിനെ അടക്കി പിടിച്ചുകൊണ്ട് ഇത്തവണത്തെ എക്സാമിന് ഞാൻ പോരാടാൻ തയ്യാറാണ് എന്ന് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് കൈതട്ടി ഒന്ന് കണ്ണടച്ച് പറഞ്ഞു. ഓക്കെ,
ഒന്ന് കണ്ണടച്ചിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ജസ്റ്റ് ഒന്ന് ഹൃദയത്തിൽ കൈത്തൊട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, ഓക്കെ എടോ ഇത്തവണ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പാസ്സാവും. നമ്മളെ റിസൾട്ട് കാത്തിരിക്കുന്ന, നമ്മളുടെ വിജയം കാത്തിരിക്കുന്ന ജൂലൈ 1 അല്ലെങ്കിൽ ജൂലൈ 7 എക്സാം വരുന്ന റിസൾട്ട് വരുന്ന സമയത്ത് പാസ്സായി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പാരന്റ്സിനെ കെട്ടിപ്പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറയണം? സന്തോഷം കൊണ്ട് നമുക്ക് ആ റിസൾട്ട് ഷെയർ ചെയ്യാൻ പറ്റണം. നമ്മളെ കഷ്ടപ്പാടിന്റെയും ആഗ്രഹത്തിന്റെയും ഒരുപാട് സാക്രിഫൈസിന്റെയും എല്ലാവരും കടന്നുറങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കുകയാണ്. എല്ലാവരും മൊബൈലിൽ കളിക്കുമ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവരും സിനിമകൾ കാണുമ്പോൾ ഞാൻ അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിലുള്ള എൻ്റെ ചുറ്റുപാടുള്ള ഒരുപാട് പേര് സന്തോഷങ്ങളിൽ നടക്കുമ്പോൾ എല്ലാം മാറ്റിവെച്ച് ഈ ഒരു സംഭവം, ഈ ഒരു CA എന്ന് പറയുന്ന ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം കൊണ്ട് ഇറങ്ങിത്തിരിച്ച് എൻ്റെ ഫാമിലിക്ക്, എൻ്റെ ഫാമിലിയുടെ സ്വപ്നങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടും. ഈ 30 ദിവസം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരിക്കും എന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആ കോൺഫിഡൻസിൽ നിങ്ങൾ ഈ 30 ദിവസം പഠിച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാസ്സാവാൻ പോവാണ്. 100% നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം. ഈ ഒരൊറ്റ കോൺഫിഡൻസ് മതി. നിങ്ങൾ ഇപ്പൊ തുടങ്ങുക, ഇപ്പൊ മുതൽ പഠിക്കാൻ തുടങ്ങുക. ഇപ്പൊ പ്ലാൻ ഉണ്ടാക്കി, 30 ദിവസത്തെ പ്ലാൻ ഉണ്ടാക്കുക. പറ്റുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസ് വാങ്ങിയിട്ട് എഴുതി നോക്കും കൂടി ചെയ്യേ. എന്നിട്ട് എന്ത് ചെയ്യും? വളരെ കോൺഫിഡൻറ്റോട് കൂടി ഇപ്രാവശ്യത്തെ എക്സാം പാസ്സാവുക. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഈ എക്സാം പാസ്സായിരിക്കണം. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ വരാൻ പോകുന്ന മെയ് എക്സാം എന്ന് പറയുന്നത് വളരെ ഗോൾഡൻ ചാൻസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുക. സിലബസ് മാറ്റിയിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റ്, പ്രത്യേകം ശ്രദ്ധിക്കണം. സിലബസ് മാറ്റിയിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. എല്ലാ സിലബസുകൾ മാറുമ്പോഴും ICAയുടെ ഫസ്റ്റത്തെ 2 അറ്റംപ്റ്റുകൾ വളരെ ഈസി ആവാറുണ്ട്. എന്നാൽ ഈ അറ്റംപ്റ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഞാൻ ഡെഫിനറ്റ്ലി പറയുകയാണ്, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിനെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. 100% സ്റ്റഡി മെറ്റീരിയലിന്റെ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടേക്കാരും ഇപ്രാവശ്യത്തെ എക്സാം വരുന്നുണ്ടാവുക. സ്റ്റഡി മെറ്റീരിയൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ഉണ്ടാവാൻ പാടില്ല. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യത്തെ എക്സാമിൽ നിങ്ങൾ പാസ്സാവും. ഈ 30 ദിവസം കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഇതുവരെ പഠിച്ചിരുന്നില്ലേ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വെറും 30 ദിവസത്തെ നിങ്ങളെ കഷ്ടപ്പാട് മതി എന്ത് ചെയ്യാന്? പാസ്സാവാന്. അപ്പൊ ആത്മാർത്ഥമായിട്ട് പറയാ, സ്വയം സപ്പോർട്ട് ചെയ്യുക, സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. എത്ര ഡൗൺ ആയാലും പുഷ് ചെയ്ത് നിങ്ങളെ കൊണ്ടുവരിക. നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ പാസ്സാവാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? ഈ അറ്റംപ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ ചെയ്യുക. ഇത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സ്ക്രാച്ച് ചെയ്ത് പഠിക്കണമെന്ന് നിങ്ങളെ ആഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിർബന്ധമായിട്ട് നിങ്ങളുടെ ഒരു ഹാപ്പി കമന്റ് നിങ്ങൾ ഇതിന് താഴെ ഇടുക. നിങ്ങൾക്ക് എന്താണോ ഇത് കേട്ടിട്ട് മനസ്സിലായി, നിങ്ങളെ ഇൻസ്പയർ ചെയ്തത്, അത് ആ കമന്റുകൾ വായിച്ചിട്ട് മറ്റുള്ളവർക്കും പഠിക്കാൻ തോന്നട്ടെ. ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്, ഒരുപാട് പേര് കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുണ്ട്. ഞാനും റെഡിയായേ പറ്റുള്ളൂ എന്ന് തോന്നാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് കമന്റ്, ഈ വീഡിയോ കേട്ട മുതൽ എന്ത് ഞാൻ പ്ലാൻ ചെയ്തു, എങ്ങനെ പഠിക്കാൻ പ്ലാൻ ചെയ്തു, ഇത്തവണ ഞാൻ പാസ് ആവും എന്നുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു കമന്റ് ഇടാം. അത് നാളെ നിങ്ങൾക്ക് ജൂലൈയിൽ എടുത്ത് നോക്കുമ്പോൾ സ്ക്രീൻഷോട്ട് അടിച്ച് പറയാൻ പറ്റണം, ഞാൻ പാസ് ആവുന്ന അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തവണ പാസ്സായി. അതായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഫൈനലായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഒരു കമന്റ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മറ്റുള്ള ആരൊക്കെയാണോ ഡൗൺ ആയിട്ടിരിക്കുന്നത് നമുക്കറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇത് ആരൊക്കെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടോ അവരൊക്കെ എനർജി ആയിട്ട് വന്നിട്ട് തിരിച്ച് പഠിക്കട്ടെ എന്ന ആവേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാവുന്ന CA ഗ്രൂപ്പുകളിലോ CA ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും കഷ്ടപ്പെട്ട് എന്ത് ചെയ്യട്ടെ? ഇപ്രാവശ്യം പഠിച്ച് പാസ്സാവട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും റിസൾട്ട് വന്ന ശേഷം നമ്മൾ സംസാരിക്കും. പറ്റുന്നുള്ളവരൊക്കെ താഴെ കമന്റിൽ ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങളെ പാസ്സായി എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.